നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയത തിമിർത്താടിയെന്ന നിലപാട് ആവർത്തിച്ച് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പേരാമ്പ്രയിലും അഴീക്കോടും വർഗീയ പ്രചരണം നടത്തി. പേരാമ്പ്രയിൽ LDF സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിൽ അമ്പലവും UDF സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിൽ പള്ളിയും ചേർത്ത് പ്രചാരണം നടത്തി. ഇത് മതം നോക്കി വോട്ട് ചെയ്യണമെന്ന സന്ദേശമായിരുന്നില്ലേ എന്നും KK രാഗേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഇത് വലിയ തോതിൽ വിവാദമായിട്ടും വർഗീയ പ്രചരണം UDF നടത്തിയെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ KK രാഗേഷ്? KK രാഗേഷ് ഏതായാലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. അദ്ദേഹം കല്യാശ്ശേരിയിൽ EK നായനാർ അനുസ്മരണ പരിപാടിയിൽ എന്താണ് താൻ പറഞ്ഞത് എന്ന് വീണ്ടും ഫേസ്ബുക്കിൽ ഒരു ദീർഘമായ കുറിപ്പിലൂടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ താൻ പറയാൻ ശ്രമിച്ചു അതിൽ എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇത് കുറിപ്പ് തുടങ്ങുന്നത് ഇത്തരത്തിൽ താൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൊണ്ട് എങ്ങനെയാണ് സാധാരണക്കാരായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ താൻ വർഗീയമായി ചിത്രീകരിച്ചു എന്ന് പറയാനാവുക എന്നൊരു ചോദ്യത്തോടു കൂടിയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയത തിമിർത്താടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്ന പരാമർശം ആവർത്തിക്കുകയാണ്. അതിനുള്ള ആ പരാമർശത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് ഈ പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിന് പശ്ചാത്തലമായി അമ്പലവും UDF സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിന് പശ്ചാത്തലമായി പള്ളിയും ചേർത്ത് വെച്ച് പ്രചാരണം നടത്തി. ആ പ്രചാരണം നൽകുന്ന സന്ദേശം ഈ പള്ളിയും മതവും നോക്കി വോട്ട് ചെയ്യണം എന്നതല്ലേ എന്നുള്ളതാണ് KK രാഗേഷ് ചോദിക്കുന്നത്. മറ്റൊന്ന്, കണ്ണൂർ ജില്ലയിലെ തന്നെ അഴീക്കോട് മണ്ഡലമാണ്. അഴീക്കോട് മണ്ഡലത്തിലെ ചില ക്ഷേത്രകുളങ്ങൾ നവീകരിക്കുന്നതിന് MLA ആയിരുന്ന KV സുമേഷ് ഇടപെടൽ നടത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് KV സുമേഷിന് ക്ഷേത്രകുളങ്ങളോട് മാത്രമാണ് താല്പര്യം എന്ന രീതിയിൽ ഈ ലീഗ് കേന്ദ്രങ്ങൾ പ്രചരണം നടത്തി എന്നുള്ളതാണ് KK രാഗേഷിന്റെ മറ്റൊരു ആരോപണം. ഇങ്ങനെ നിരവധി ഇടങ്ങളിൽ വർഗീയമായി ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്ന് KK രാഗേഷ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ BJPയുമായി ബന്ധപ്പെട്ടതും സ്ട്രാറ്റജിക് വോട്ടിംഗ് എന്ന അദ്ദേഹത്തിന്റെ ആരോപണവുമെല്ലാം തന്നെ അത് ആ പ്രസംഗത്തിന്റെ വിശദീകരണം എന്ന നിലയിൽ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും ആവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഈ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പ് എന്ന പരാമർശം ശരിയാണ് എന്ന അനുഭവമല്ലേ നമുക്ക് മുന്നിലുള്ളത് എന്നതാണ് KK രാഗേഷ് ആവർത്തിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ചോദിക്കുന്നത്. അതിന് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഉദാഹരണങ്ങളായി പറയുകയും ചെയ്യുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നുള്ളതാണ്. ശരി, കണ്ണൂരിൽ